ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ നെതർലാൻഡ്സിലാണ്. നെതർലാൻഡ്സിൽ നിന്ന് കാലത്ത് തന്നെ ലോഡ് ഇറക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ലോഡ് കയറ്റി ഇപ്പോൾ അത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് രണ്ടാമത്തെ സ്ഥലത്തു നിന്നാണ്. ഈ ആദ്യത്തെ ലോഡ് കയറ്റിയത് ഈ പുള്ളിയിൽ നടന്നത് നമ്മൾ. അപ്പോൾ ഈ പുള്ളി പറഞ്ഞിരുന്നു ഇവിടേക്ക് വരാമെന്ന്. ഇത് കുറച്ച് ദൂരം, ഒരു 30 കിലോമീറ്റർ അകലെന്നാണ്. അവിടെ നിന്ന് ആദ്യത്തെ ലോഡ് കയറ്റി. അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് വന്നേക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് കാലത്ത് ബെൽജിയത്തിൽ 2 സ്ഥലത്ത്, ബെൽജിയത്തിൻ്റെ മാർക്കറ്റിൽ 2 സ്ഥലത്തിൽ ഓർഡർ ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളുപ്പിന് 4 മണി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ട് 4:15 ഓർഡർ ഇറക്കി. പക്ഷെ അവിടെ നിന്ന് രണ്ടാമത്തെ സ്ഥലത്ത് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഓർഡർ ഇറക്കി തിരിച്ച് കയറിയപ്പോൾ ഒരു 5:45. അവിടെ നിന്ന് നേരെ നെതർലാൻഡ്സിൽ വന്നിട്ട് 3 സ്ഥലത്തും കൂടെ ഇറക്കാണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് 2 സ്ഥലത്തു നിന്ന് ലോഡ് കയറ്റാനുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 3:12. ഇനി ഇതുമായിട്ട് നമ്മൾ നേരെ സ്പെയിനിൽ ബാർസലോണയിലാണ് ഇറക്കാനായിട്ട്. ബാർസലോണയുടെ അടുത്തായിട്ട്. അപ്പോൾ നമ്മൾ നേരെ എവിടേക്കാണ്? ടോയ്സ് ആണ്, പിള്ളേരുടെ കളിപ്പാട്ടങ്ങളാണ്. അതിൻ്റെ കമ്പനിയിലേക്കാണ് പോണേ. അതുകൊണ്ട് എന്തൊക്കെ സാധനം എന്ന് എനിക്കറിയില്ല. ഗെയിംസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും നമുക്കറിയില്ല. En 500 metros, gira a la izquierda la número 389. സംഭവങ്ങളപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി സാവധാനം ഇവിടെ നിന്ന് ഒരു നാഷണൽ റൂട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് ഹൈവേയിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ ബെൽജിയം കയറി, അതുവഴി ഫ്രാൻസ് കയറി, അതുവഴി നേരെ സ്പെയിനിലേക്ക്. Gira a la izquierda la número 389. Turn left onto Zevenbergsweg, N389. നമുക്കിനി ഇടത്തോട്ടാണ് പറയണത് പോകാനായിട്ട്. അവിടെ നിന്ന് വണ്ടി വരുന്നില്ല, അവിടെ നിന്ന് വരുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും പോകാം. Continue for 6 kilometers. Kilómetro y medio. Gira a la derecha en la número 389. വലിയ വെയിറ്റ് കാണാനില്ല. അപ്പം നമ്മൾ ഇന്ന് കാലത്ത് കൊണ്ടുവന്ന ലോഡ് വന്നിട്ട് സന്ധ്യ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവോക്കാഡ ഉണ്ടായിരുന്നു. അപ്പം പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇനിയിപ്പോൾ വരാനോ, അതായത് ചൂടുകാലത്തേക്ക് കയറണം. അപ്പം ഇനി ലോഡുകളൊക്കെ ഇതിൻ്റെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്തിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ തണ്ണിമത്തങ്ങ സ്പെയിൻ്റെ അകത്ത് തന്നെ തട്ടലായിരിക്കും ഇനി പരിപാടി. മാസത്തിലൊരിക്കൽ പുറത്തേക്ക് ഇറങ്ങും. അതുമാത്രമല്ല, ഒരു പക്ഷേ ഈ വർഷം പുതിയ കമ്പനികളിൽ ഏതെങ്കിലും ലോഡ് എടുത്തുണ്ടെന്നുള്ളത് നമുക്കറിയില്ല.
എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ ലോഡായിരിക്കും. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. In 800 meters, turn left onto El Shaubweg. പുള്ളി ലോഡിങ്ങിന് വേണ്ടി നിൽക്കണതാണ്. Salve la rotonda por la primera salida. Take the next left onto El Shaubweg. ദൈവമേ, എവിടേക്ക്? അടുത്ത ഇടത്തോട്ട് എടുക്കാനൊക്കെയാണ് പറയണത് മൊബൈലിൻ്റെ GPS. In 600 meters, at the roundabout, take the third exit and stay on Zevenberg's Weg, N389. ഇവിടെ നിന്നും ഇടത്തോട്ട് ട്രക്കുകൾക്ക് പോകാൻ പാടില്ല. അപ്പം നമുക്ക് വലത്തോട്ട് തന്നെ പോകേണ്ടി വരും. Salve la rotonda por la primera salida por Rijsdijk. ആൾക്കാർ ഇതേ കുതിരയായിട്ട് ഇറങ്ങിയേക്കണം. നമ്മളപ്പോൾ ലോഡ് കയറ്റാൻ വന്നത് ഈ റൂട്ടായിരുന്നില്ല. Continue on Rijsdijk for 1.5 kilometers. ഈ സ്ഥലത്തിൻ്റെ പേര് വലിയ പിടുത്തല്ലാണ് ഈ യാത്രത്തിൽ. കൺട്രോൾ റഡാർ വെച്ചിട്ടുണ്ട്. 50 സ്പീഡ് ലിമിറ്റ്. ഇവിടെ സാധാരണ നെതർലൻഡ്സിൽ എല്ലായിടത്തും 80 സ്പീഡ് ലിമിറ്റ്. അത് ട്രക്കുകൾക്കും അങ്ങനെ തന്നെ ഞാൻ കണ്ടാക്കുന്നത്. പക്ഷെ ഗ്രാമങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. പണിയുള്ളത് ഇതൊരു ഗ്രാമത്തിൻ്റെ അകത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിജ്സ്ഡിക്. Salve la rotonda por la segunda salida. In 300 meters, at the roundabout, continue straight onto Plantenlaan. ഇത് ബസ് Salve la സ്റ്റോപ്പുകളുണ്ട്. rotonda por la segunda salida por Plantenlaan. എന്തിനാ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ കയറി പോകാനോ അല്ലെങ്കിൽ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. വഴികളെത്തുമ്പോൾ ചെറിയ രീതിയിൽ സ്പേസ് ഇട്ട് കൊടുക്കും. നമുക്കപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിലെ പോകാം എന്ന് കരുതുന്നു.
എനിക്ക് വലിയ ഐഡിയ In ഇല്ലാത്ത 500 റോഡാണ്. meters, at the roundabout, continue straight to stay on Plantalan. Sal de la rotonda por la segunda salida. ലക്ഷണം കണ്ടിട്ട് നമ്മൾ ഗ്രാമത്തിൻ്റെ അകത്തോട്ട് വീണ്ടും കയറിക്കൊണ്ടിരിക്കുന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. Sal de la rotonda por la segunda salida por Plantainland. പ്രൊഹിബിഷനൊന്നും എന്തായാലും കാണാനില്ല ട്രക്കുകൾ. അതിൻ്റെ പേരിൽ വലിയ കുഴപ്പമുണ്ടാവുമെന്ന് തോന്നണില്ല. ഇന്ന് കാലത്ത് ഞാൻ ഒരു സ്ഥലത്ത് ലോഡ് കയറ്റാൻ ചെന്നിട്ട് അവിടേക്ക് കയറാൻ പറ്റാണ്ട് അവിടെ റോഡ് പണി ആയിട്ട് ലോഡ് കയറ്റിനോടത്ത് ഇറക്കണ പരിപാടിക്ക് കുഴപ്പമുണ്ടായില്ല. നമ്മളറിയാവുന്ന സ്ഥലങ്ങളാണ് നെതർലാൻഡ്സിൽ ഏകദേശം എല്ലാം. അത് കുഴപ്പമുണ്ടായില്ല. അത് ലോഡ് കയറ്റാൻ പോണ സ്ഥലത്ത് വന്നിട്ട് റോഡ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴി കൂടെ പറഞ്ഞേ. അവിടെ നിന്ന് ട്രെയിലർ വളയ്ക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ടൊരു പറമ്പിലേക്കൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇവിടെ വണ്ടി കയറ്റി കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, വണ്ടി കയറ്റി കഴിഞ്ഞാൽ ടയർ താന്നു പോകും, പിന്നെ ട്രാക്ടറൊക്കെ വിളിക്കണം തിരിച്ചു വരാൻ. ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു കമ്പനി കണ്ടു. എന്നിട്ട് ആളെടുത്ത് ചോദിച്ചു ഇവിടെ കൊണ്ട് വണ്ടി തിരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല, കയറി കഴിഞ്ഞാൽ തിരിച്ചോളാൻ. എന്നിട്ട് ഒരു കണക്കിന്, കാരണം അത് ചെറിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ട്രക്കുകളില്ലേ, അതിൻ്റെ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ ഒരു സംഭവമായിരുന്നു. എന്നിട്ടും കയറ്റി സംഭവം വളച്ചു കഴിഞ്ഞപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് വിളി, എവിടെ എത്തി എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ വഴികളെല്ലാം കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ പേരിൽ കുറച്ചുകൂടെ ലേറ്റ് ആവുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കണക്കിന് വേറെ റൂട്ട്, അപ്പോൾ ഒരു ഡ്രൈവർ വന്നപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഇപ്പുറത്തെ വഴിക്കല്ല, ഇനി കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തെ വഴിക്ക് ഒന്ന് കയറണം എന്ന് പറഞ്ഞു. നമ്മൾ നേരെ വണ്ടി എടുത്ത് പിന്നെ കറങ്ങി തിരിഞ്ഞ് അവിടെ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആളെ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞിട്ട് നൈസ് ടു മീറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നെതർലാൻഡ്സ് ഭാഷയാണ്. എന്നിട്ടൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ആൾ വന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എത്തിയപ്പോഴേക്കും ആൾ വന്നു. അവിടെ നിന്ന് കുറച്ച് പലറ്റ് കയറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇന്നമാതിരി അടുത്ത സ്ഥലത്തൊന്നും കയറ്റാണ്ട് പറഞ്ഞു. ഞാൻ പോകാറുള്ളതാണ് വൈകിട്ട്, നീ ധൈര്യമായിട്ട് പോക്കോ. അവിടെ ആള് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പറഞ്ഞൊക്കെ ഒപ്പിച്ച്. അവരാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ എനിക്ക് കണ്ടത്. ദൈവമേ, ഈ വെല്ലുപ്പിനെ ഞങ്ങളെ കണ്ണടച്ചവനെ. ഞാൻ വണ്ടി എടുത്തില്ല കേട്ടാ, കാർന്നവർ നിൽക്ക്. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. Exit the roundabout onto Bredesweg. ഇത് എവിടേക്കെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ദൈവമേ, ഇതെന്നെ പറ്റിക്കുന്നതാണോ സംശയം. In 500 meters, at the roundabout, take the 5th exit and stay on Parkland. Sal de la rotonda por la primera salida. ദൈവമേ, ഇതെന്തത് ഇങ്ങനെ? ഇത് വീണ്ടും എന്നെ പറ്റിക്കാനുള്ള. ആ റൂട്ടിൽ കയറാൻ പാടില്ലല്ലേ? Sal de la rotonda por la primera salida por Anna Bambergland. നമുക്ക് ഇതിലെ തന്നെ ഒന്ന് പോയി നോക്കിയാലോ? ഈ വഴി എനിക്കൊരു ഐഡിയ ഇല്ല. തിരിച്ചു പോകാൻ സാധിക്കുമോ എന്ന് നോക്കാം. പാർക്കിംഗ് ഇത് ഇതിൻ്റെ സെൻറ്ററാണ്.
Exit the roundabout onto Parkland. ദൈവമേ പിള്ളേരൊക്കെ ചവിട്ടി പോണേ. Sal de la rotonda por la segunda salida. In 600 meters, at the roundabout, take the second exit onto Bredasväg. അവൻ ഡബിളും വെച്ചിട്ട് പോണ. വേഗം കയറി പോകോ, വേഗം കയറി പോകോ. Sal de la rotonda por la segunda salida por Bredasväg. Exit the roundabout onto Bredasväg. In 600 meters, use the middle lane to turn right onto Ostport. En 700 metros, gira a la derecha en Ostport. റെസ്ട്രിക്ഷൻസ് ഒന്നും കാണാനില്ല. ഇവിടെ നല്ല നല്ല കുക്കകൾ, താറാവുകൾ. En 500 metros, sitúate en uno de los dos carriles de la derecha. Después gira a la derecha en Ostport. ഇവിടെ നിന്ന് അപ്പം നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറണം. En el semáforo, gira a la derecha, después gira a la derecha por la segunda calle. Use the middle lane to turn right onto Ostport. In 600 meters, turn En right onto the 600 metros, A58 gira a ramp la to derecha Breda, en la Eindhoven. 58. ബ്രേദ എന്തോവേ. നമുക്ക് പാലത്തിന്റെ അപ്പുറത്തോടെ വേണം Gira a la കറങ്ങാനായിട്ട്. derecha en la 58. അല്ലെങ്കിൽ തിരിഞ്ഞ് വസ്കേടായി പോയത്. കൂട്ടുകാരെ നമ്മളപ്പോ ഹൈവേയിലേക്ക് കയറണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ Turn right എങ്ങനെയൊക്കെ onto the A58 ramp. അത് കഴിഞ്ഞ് 2 മണി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഇന്നത്തെ ലോഡിങ്. ഞാനവിടെ എത്തിയപ്പോ 2:15 കഴിഞ്ഞു. മറ്റേ In പുള്ളി 500 പറഞ്ഞിരുന്നു ലോഡ് meters, കയറ്റാന്ന്. merge onto A58. അപ്പോൾ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു ആദ്യം കയറ്റി കൊടുത്തുനിന്ന്. അപ്പോൾ കമ്പനിയിലേക്ക് ഞാൻ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പോകണമെന്നും പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല അവർ. കാരണം അവർ വിചാരിച്ചിരുന്നത് 2 മണിക്ക് അടയ്ക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഇങ്ങോട്ട് അടച്ചു കഴിഞ്ഞ് ലോഡ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ആ കഴിഞ്ഞാ എന്നാ പൊക്കോളെ. E312 toward Breda, Tilburg. അങ്ങനെ സംഭവങ്ങളൊക്കെ അവസാനിച്ചു. നമ്മളിനി വീണ്ടും തിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഹൈവേയിൽ കയറി. ഇനി ഇവിടുന്ന് ആൻഡ്വെർപ്പൻ നേരെ ബെൽജിയത്തിലേക്ക് കയറണം. Toma la salida de la derecha por la 58. Después Abrone. mantente a la izquierda. ഫ്രാൻസ് അറിയില്ല ഇന്ന് കയറാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.